കേന്ദ്ര ശാസ്ത്ര സാങ്കേതിക വകുപ്പ്, സയൻസ് ആൻഡ് ടെക്നോളജി ഓണ്ടർപ്രണർഷിപ്പ് ഡെവലപ്മെന്റ് ബോർഡ് എന്നിവയുടെ സഹകരണത്തോടെയാണ് NIT ടെക്നോളജി ബിസിനസ് ഇൻക്യുബേറ്ററിന്റെ തുടക്കം. 12 വർഷം കൊണ്ട് അന്താരാഷ്ട്ര പ്രശസ്തമായ കമ്പനികളടക്കം 37 സംരംഭങ്ങൾ ഇവിടെ നിന്നും പുറത്തിറങ്ങി. 750ഓളം പേർ ജോലി ചെയ്യുന്ന ഈ കമ്പനികളുടെ കഴിഞ്ഞ വർഷത്തെ മാത്രം വിറ്റുവരവ് 30 കോടിയോളം രൂപ. സംരംഭങ്ങളിലധികവും IT, ഇലക്ട്രോണിക്സ് മേഖലകളിൽ. ഇലക്ട്രോണിക്സും ഇൻഫർമേഷൻ ടെക്നോളജി ആ രണ്ട് സ്ട്രീമിലായിരുന്നു നമുക്ക് തന്നിരുന്നത്. അതിൽ ബന്ധപ്പെട്ടിട്ടുള്ള സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റിനുള്ള കമ്പനികളുണ്ടായിരുന്നു. ഇലക്ട്രോണിക് പ്രോഡക്റ്റ് ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് പിന്നെ കമ്പനികൾ വന്ന് ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. കൂടുതലും സോഫ്റ്റ്വെയർ IT റിലേറ്റഡ് ആയിട്ടുള്ള കമ്പനികളാണ്. അടിസ്ഥാന സൗകര്യങ്ങൾക്ക് പുറമെ സംരംഭകർക്കുള്ള പരിശീലനം, NITയുടെ സാങ്കേതിക പിന്തുണ, കേന്ദ്ര സർക്കാരിൻ്റെ വായ്പാ സഹായം തുടങ്ങിയവയും ലഭിക്കുന്നു. 14 കമ്പനികളാണ് നിലവിൽ ഇൻക്യുബേറ്ററിലുള്ളത്. ഞങ്ങളുടെ കേസിൽ പ്രോഗ്രാമിംഗ് പഠിപ്പിക്കുക ആയതുകൊണ്ടും ഞങ്ങൾ ലേണിംഗ് ഡൊമൈനിലായതുകൊണ്ടും ഞങ്ങൾക്ക് കൂടുതൽ അഡ്വാൻറ്റേജ് കിട്ടിയിട്ടുണ്ട്. റീസെൻ്റ്ലി ചില ഗവൺമെൻറ്റിൻ്റെ ഫണ്ടഡ് പ്രോഗ്രാംസിലേക്കൊക്കെ നമുക്ക് ആക്സസ് കിട്ടുന്നത് എങ്ങനെയാണ്. NIT TBL ഉള്ളതുകൊണ്ട് മാത്രമാണ് ഞങ്ങൾക്ക് സിലിക്കൺ വാലി സന്ദർശിക്കാൻ പറ്റിയത്. നവീനവും വ്യത്യസ്തവുമായ ബിസിനസ് ആശയങ്ങളുള്ള വിദ്യാർത്ഥികൾക്കും യുവ സംരംഭകർക്കും ഇൻക്യുബേറ്ററിന് സമീപിക്കാം. സെലക്ഷൻ കമ്മിറ്റി ഈ ആശയത്തെ വിലയിരുത്തി മികച്ചതെന്നു കണ്ടാൽ പ്രവേശനം നൽകും. നാനോ ടെക്നോളജി, ബയോടെക്നോളജി, ഊർജ്ജ സംരക്ഷണം എന്നിവയിൽ അധിഷ്ഠിതമായ ബിസിനസ് ആശയങ്ങൾക്കു കൂടി ഇടം നൽകാനും NIT ഇൻക്യുബേറ്ററിന് പദ്ധതിയുണ്ട്. മീഡിയ 1 കോഴിക്കോട്.